KSRTC ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSRTC എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കുറവലങ്ങാട് മേഖലയിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചത്. വെള്ളി ശനി ദിവസങ്ങളിലായി ഉള്ള കാൽനട ജാഥ KSRTEA കോട്ടയം യൂണിറ്റ് സെക്രട്ടറി SK ഗോപിദാസ് ക്യാപ്റ്റനായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9-ന് കുറവലങ്ങാട്ട് നിന്ന് ആരംഭിച്ച ജാഥ CPM കടുത്തുരുത്തി ഏരിയ സെക്രട്ടറി PV സുനിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്, പള്ളിക്കവല, കുരിയം, വെമ്പള്ളി, കാണക്കാരി, പട്ടിത്താനം, തവളക്കുഴി, ഏറ്റുമാനൂർ, കാരിത്താസ്, സംക്രാന്തി, നീലിമംഗലം വഴി കുമാരനല്ലൂരിൽ സമാപിച്ചു. 16-ന് രാവിലെ കുറിച്ചി മന്ദിരം കവലയിൽ നിന്നും ജാഥ ആരംഭിക്കും. KSRTCയിലാണ് സമാപനം ക്രമീകരിച്ചിരിക്കുന്നത്. സമാപന സമ്മേളനത്തിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംബന്ധിച്ചുമെല്ലാം എല്ലാ മാധ്യമങ്ങളും നല്ലതുപോലെ അത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് എഴുതുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് ആകെ നടത്തുന്ന സർവീസുകളിൽ ഏതാണ്ട് 20-23% ആണ് KSRTC നിർവഹിക്കുന്നത്. 27% സർവീസുകളാണ് KSRTC നടത്തുന്നതെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 40%-ലധികം യാത്രക്കാർ KSRTCയെ ആശ്രയിച്ചുകൊണ്ട് ദൈനംദിനം തങ്ങളുടെ യാത്രാവശ്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗവൺമെന്റിന്റെ തന്നെ കണക്കനുസരിച്ച് ഏതാണ്ട് അത്രയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ KSRTCയുടെ പ്രാധാന്യം, അത് നടത്തുന്ന സേവനത്തിന്റെ പ്രാധാന്യം ആർക്കും അവഗണിക്കാൻ കഴിയുന്നതല്ല. മുൻപും KSRTC ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം നേരിട്ടിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിലെല്ലാം ആ KSRTCയെ സംരക്ഷിക്കാനും അതിനാവശ്യമായ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യാനും ഗവൺമെന്റുകൾ തയ്യാറായി വന്നിട്ടുണ്ട്. മുൻപ് UDF സർക്കാർ ഭരിച്ചിരുന്ന ഘട്ടത്തിൽ KSRTC ഏതാണ്ട് അടച്ചുപൂട്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നതാണ്. പിന്നീട് അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നല്ലതുപോലെ KSRTCയെ സഹായിച്ചതുകൊണ്ടാണ് ഏതാണ്ട് അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരുന്ന KSRTCയെ സംരക്ഷിക്കാനും പിന്നീട് അങ്ങനെ ഊർജ്ജം വലിച്ചിരുന്ന ആ KSRTC പ്രതിവർഷം ഏതാണ്ട് 1000-ഓളം ബസ്സുകൾ പുതുതായി നിരത്തിലിറക്കാനും ആയിരക്കണക്കിന് ആളുകൾക്ക് പുതുതായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്ന തരത്തിലേക്ക് ആ KSRTCയെ മാറ്റിത്തീർത്തത്. ഇപ്പൊ നമുക്കറിയാം, ഈ കുറവലങ്ങാടടക്കം കുറവലങ്ങാടിന്റെ പരിസര പ്രദേശങ്ങളടക്കം എത്രയോ ചെറുപ്പക്കാരാണ് കഴിഞ്ഞ 6-7 വർഷക്കാലത്തിനിടയിൽ KSRTCയിൽ നിയമനം കിട്ടാനിടയായ സാഹചര്യം ഉണ്ടായത്. അപ്പൊ ആ തരത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തെ സംരക്ഷിക്കാനും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനമാക്കി മാറ്റാനും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ച ആ നിലപാടിന്റെ ഫലമായി ഈ സ്ഥാപനം നല്ലതുപോലെ മെച്ചപ്പെട്ടു വരികയും നാട്ടിൽ യാത്രക്കാർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി മാറുകയും എന്ന് മാത്രമല്ല ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രതിവർഷം ജോലി പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമായി മാറി. ഇപ്പൊ ഈ കടുത്തുരുത്തി, ഈ കുറവലങ്ങാടും പരിസര പ്രദേശത്തുമടക്കം എത്രയോ ചെറുപ്പക്കാരാണ്, പെൺകുട്ടികളടക്കം കഴിഞ്ഞ